ഹായ് ഫ്രണ്ട്സ്, ജോൺസ് എൻ്റർപ്രൈസ് എന്ന് പറഞ്ഞ ചാനലിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. ഞാൻ വന്നിരിക്കുന്നത് മിഡ് റേഞ്ച് ഫോണുകളായ Mi 10i Moto G5G, സാംസങ് M42 5G ഈ 3 5G ഫോണുകളെ കുറിച്ചൊരു കമ്പാരിസൺ ചെയ്യാനാണ്. ഏകദേശം ഒരേ പ്രൊസസ്സറും 5G സപ്പോർട്ടുകളുള്ള ഡിവൈസുമാണ്. ഇന്ന് ഇതിനെക്കുറിച്ചുള്ള വീഡിയോയിലോട്ട് നമുക്ക് കടക്കാം. ആദ്യം പറയുകയാണെങ്കിൽ ഇതിൻ്റെ റാം ആൻഡ് റോം വേരിയൻറ്റ് പറയുകയാണെങ്കിൽ 3 ഫോണുകളിലും 6GB 128GB റാം ആൻഡ് റോം ലഭിക്കുന്നുണ്ട്. പക്ഷേ Mi 10iലും സാംസങ് M42ലും 8GB 128GB റാം ആൻഡ് റോം കിട്ടുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു 6GB 128GB തന്നെ അനുഭവമാണ്. നമുക്കൊരു സാധാരണ യൂസിന് കുഴപ്പമില്ലാത്ത ഒരു റാം ആൻഡ് റോം വേരിയൻ്റാണ് 6GB 128. അതുകൊണ്ട് അതിൽ കൂടുതൽ എടുത്തിട്ടും വലിയ കാര്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു. അടുത്ത ഡിസ്പ്ലേയിലോട്ട് വരികയാണെങ്കിൽ സാംസങ് മാത്രം നമുക്ക് നല്ല സൂപ്പർ AMOLED ഡിസ്പ്ലേ തരുന്നുണ്ട്. പക്ഷേ അവിടെ ഒരു നെഗറ്റീവ് പോയിൻ്റ് പറഞ്ഞാൽ അത് HD+ ഡിസ്പ്ലേ ആണെന്നാണ്. Mi 10iലും Moto G5Gയിലും 6.67 ഇഞ്ചിൻ്റെ LCD ഫുൾ HD+ ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്. Mi 10iയുടെ ഒരു അഡ്വാൻറ്റേജ് പറഞ്ഞാൽ അത് 120Hz റീഫ്രഷ് റേറ്റും തരുന്നുണ്ട് ആ ഡിസ്പ്ലേയിൽ. Moto G5Gയിലാണെങ്കിൽ അത് HDR10ൻ്റെ സപ്പോർട്ടും കൊടുക്കുന്നുണ്ട്. ഡിസ്പ്ലേയുടെ കാര്യത്തിൽ കുറച്ച് ബെറ്റർ സൂപ്പർ AMOLED കഴിഞ്ഞാൽ പിന്നെ Mi 10i ആണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ അടുത്ത ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് വരികയാണെങ്കിൽ Mi 10iയിൽ 108 മെഗാപിക്സലിൻ്റെ ക്യാമറ കിട്ടുന്നുണ്ട്. 8 മെഗാപിക്സലിൻ്റെ അൾട്രാവൈഡും 2 മെഗാപിക്സലിൻ്റെ മാക്രോയും 2 മെഗാപിക്സലിൻ്റെ ഡെപ്തും വരുന്നുണ്ട്. Moto G5Gയിലും സാംസങ് M42ലും 48 മെഗാപിക്സലിൻ്റെ പ്രൈമറി ക്യാമറയാണ് കിട്ടുന്നത്. 8 മെഗാപിക്സലിൻ്റെ അൾട്രാവൈഡാണ് കിട്ടുന്നത്. സാംസങ് M42ൽ 5 മെഗാപിക്സലിൻ്റെ മാക്രോയും Moto G5Gയിൽ 2 മെഗാപിക്സലിൻ്റെ മാക്രോയാണ് വരുന്നത്. ക്യാമറ മെഗാപിക്സൽ വലിയ കാര്യമൊന്നുമില്ല. അത് സോഫ്റ്റ്വെയർ ആൻഡ് ഹാർഡ്വെയർ പെർഫോമൻസ് അനുസരിച്ച് എങ്ങനെ ആ ഇമേജ് സൃഷ്ടിക്കുന്നതനുസരിച്ചാണ് ആ ഫോണിൻ്റെ ക്യാമറ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അത് നിങ്ങളുടെ ചോയ്സാണ്. ഞാൻ അതിലൊരു കമ്പാരിസൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ ഒരു ചെറിയ 108 മെഗാപിക്സൽ തരുന്നുണ്ടെന്നൊരു അഡ്വാൻറ്റേജ് ഉണ്ടെങ്കിൽ അത് Mi 10iക്ക് അതിന് ഒരു അഡ്വാൻറ്റേജ് കിട്ടും. പക്ഷേ അവിടെ ഈ Mi 10iലും Moto G5Gയിലും 2 മെഗാപിക്സലിൻ്റെ മാക്രോ ക്യാമറ വരുന്നുള്ളൂ. പക്ഷേ സാംസങ് M42 5 മെഗാപിക്സലിൻ്റെ മാക്രോ ക്യാമറ തരുന്നുണ്ട്. അത് പ്രത്യേകം നോട്ട് ചെയ്യുക. പിന്നെ പറയുകയാണെങ്കിൽ ഫ്രണ്ട് ക്യാമറയും സാംസങ് M42ൽ 20 മെഗാപിക്സലിൻ്റെയാണ്. Mi 10iലും Moto G5Gയിലും അത് 16 മെഗാപിക്സലേ ഉള്ളൂ. ബാറ്ററിയുടെ ഡിപ്പാർട്ട്മെൻറ്റ് വരികയാണെങ്കിൽ ഏകദേശം 3 ഫോണുകളും 5000 mAh ബാറ്ററിയുടെ അടുത്ത് വരുന്നതാണ്. Moto G5Gയും സാംസങ് M42ലും 5000 mAh ആണ് വരുന്നത്. Mi 10iയിൽ 4820 mAh വരുന്നുള്ളൂ. പിന്നെ പറയുകയാണെങ്കിൽ ഫാസ്റ്റ് ചാർജിങ്ങിൽ Mi 10iക്കാണ് കൂടുതൽ അഡ്വാൻറ്റേജ്. കാരണം അത് 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മറ്റ് 2 ഫോണുകളിൽ Moto Gയിൽ 20 വാട്ടേ ഉള്ളൂ. സാംസങ് M42ൽ 15 വാട്ട് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. പ്രൊസസ്സറിൽ ഞാൻ കമ്പാരിസൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം 3 ഫോണുകളിലും ഒരേ പ്രൊസസ്സറാണ്. സ്നാപ്ഡ്രാഗൺ 750G എന്ന് പറഞ്ഞ 5G പ്രൊസസ്സറാണ് ഇരിക്കുന്നത്. അടുത്ത 3 ഫോണിൽ ഹൈബ്രിഡ് സിം സ്ലോട്ടാണ് വരുന്നത്. ഒരേ സമയം 2 സിം കാർഡോ അല്ലെങ്കിൽ ഒരു സിം കാർഡ് പ്ലസ് മെമ്മറി കാർഡ് ഉപയോഗിക്കാനുള്ള ഓപ്ഷനേ വരുന്നുള്ളൂ. അതിൽ Moto G5Gയിലും സാംസങ് M42ലും നമുക്കത് 1 GB വരെ മെമ്മറി സ്റ്റോറേജ് എക്സ്പാൻഡബിൾ ചെയ്യാൻ കഴിയുന്നുണ്ട്. അവിടെ ഒരു അഡ്വാൻറ്റേജ് ഈ 2 ഫോണുകൾക്കും ഉണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ Mi 10iയും Moto G5Gയും ആൻഡ്രോയിഡ് വേർഷൻ 10ലാണ് പ്രവർത്തിക്കുന്നത്. Mi 10iൽ MIUI 12ഉം Moto G5Gയിലാണെങ്കിൽ സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും. പിന്നെ പക്ഷേ ഇവിടെ നമുക്ക് ബെനിഫിറ്റ് ഉള്ളതെന്ന് വെച്ചാൽ സാംസങ് M42 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആൻഡ്രോയിഡ് വേർഷൻ 11ലാണ് പ്രവർത്തിക്കുന്നത്. അത് നമുക്ക് കുറച്ച് അഡ്വാൻറ്റേജ് കിട്ടും. പിന്നെ One UI 3.1 അവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇതിൽ പറയുകയാണെങ്കിൽ ഏറ്റവും നല്ലത് എനിക്ക് തോന്നുന്നു സൂപ്പർ AMOLED ഏറ്റവും ലേറ്റസ്റ്റ് ആൻഡ്രോയിഡ് വെർഷൻ വേണ്ടവർക്ക് സാംസങ്ങിലേക്കും സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് കിട്ടേണ്ടവർക്ക് Moto Gയിലേക്കും പോകാമെന്ന് എനിക്ക് തോന്നുന്നു. അടുത്തത് സ്പീക്കേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ Mi 10i ആണ് ബെറ്റർ. കാരണം അതിൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് കിട്ടുന്നുണ്ട്. മറ്റ് 2 ഫോണുകളിലും സിംഗിൾ ബോട്ടം ഫയറിംഗ് സ്പീക്കറാണ് കിട്ടുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ കളേഴ്സിൽ 3 ഫോണുകളിലും 2-3 കളേഴ്സ് വേരിയൻറ്റ് വരുന്നുണ്ട്. അതിലൊരു കമ്പാരിസൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. 5G ബാൻഡ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ Moto G5G ആണ് ഏറ്റവും കൂടുതൽ ബാൻഡ്സ് സപ്പോർട്ട് ചെയ്യുക. 10-11 ബാൻഡ്സ് 5G ബാൻഡ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ സാംസങ് M42 ആണ് 2ാം സ്ഥാനത്ത്, 4 ബാൻഡ്സ് കിട്ടുന്നുണ്ട്. Mi 10i അതിൽ 2 ബാൻഡ് നമുക്ക് സപ്പോർട്ട് നമുക്ക് തരുന്നുള്ളൂ. പിന്നെ Mi 10iയുടെ അഡ്വാൻറ്റേജ് പറയുന്നത് അത് Gorilla Glass 5 ആണ് ഫ്രണ്ടും ബാക്കും. മറ്റ് 2 ഫോണുകളിലും പ്ലാസ്റ്റിക് ബാക്കാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ Mi 10iയിൽ നമുക്ക് IR ബ്ലാസ്റ്റർ എക്സ്ട്രാ കിട്ടുന്നുണ്ട്. ഓൾ സെൻസേഴ്സ് കിട്ടുന്നുണ്ട്. NFC സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മറ്റ് 2 ഫോണുകളിൽ നമുക്ക് NFC കിട്ടുന്നുള്ളൂ, IR ബ്ലാസ്റ്റർ കിട്ടുന്നില്ല. അത് Mi 10iയുടെ അഡ്വാൻറ്റേജാണ്.
പക്ഷേ വെയ്റ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ Mi 10i ഓവർ വെയ്റ്റ് ആണ്, 215 ഗ്രാമോളം വെയ്റ്റ്, നല്ലൊരു ഹെവി വെയ്റ്റ് വരുന്നുണ്ട്. അവിടെ നമുക്ക് സാംസങ് M42 ആണ് നല്ലത്, കാരണം 193 ഗ്രാം വെയ്റ്റ് വരുന്നുള്ളൂ. പിന്നെ പറയുകയാണെങ്കിൽ പ്രൈസ് നോക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല പ്രൈസ് പോയിൻറ്റിൽ ഇതിൽ ഇറങ്ങിയിരിക്കുന്നത് Moto G5G ആണ്. കാരണം അതിൻ്റെ ബേസ് ഒറ്റ വേരിയൻറ്റ് വരുന്നുള്ളെങ്കിലും അത് 20,999 വരുന്നത്. മറ്റ് രണ്ട് ഫോണുകളുടെ ബേസ് വേരിയൻറ്റ് പ്രൈസ് പറയുകയാണെങ്കിൽ Mi 10iയുടെ ബേസ് പ്രൈസ് വരുന്നത് 22,949, സാംസങ് M42 5Gയുടെ ബേസ് വേരിയൻറ്റ് പ്രൈസ് വരുന്നത് 21,999 ആണ്. അന്നേരം ഇത് നിങ്ങളുടെ ചോയ്സും ഇഷ്ടമനുസരിച്ച് ഏറ്റവും നല്ലത് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. 3 ഫോണുകളും ഒന്നിനൊന്നിനും മെച്ചമാണ്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് ഈ 3 കമ്പാരിസൺ നോക്കിയിട്ട് അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.